വെൽക്കം ടു ചന്ദ്രൂസ് കിച്ചൺ. ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് പോർക്ക് വിൻഡാലു. വിൻഡാലു ഒരു പോർച്ചുഗീസ് ഡിഷാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ സ്പൈസസും വിനീഗറും കൂടെ പോർക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നത്. നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. വിൻഡാലുവിനെ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പോർക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി അല്ലി, ഒരു ടൊമാറ്റോ. ഇതൊരു പേസ്റ്റാക്കി വെക്കും. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ, 2 ടീസ്പൂൺ മസ്റ്റാർഡ് സീഡ്സ്, 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ്, ഒരു 8-10 റെഡ് ചില്ലി. ഇവിടെ എടുത്തിരിക്കുന്നത് പിരിയൻ മുളകാണ്, അല്ലെങ്കിൽ കാശ്മീരി മുളക്. 3 ഏലക്കായ, 4-5 ഗ്രാമ്പൂ, 2 ടീസ്പൂൺ പെപ്പർ, പട്ട, ജാതിപത്രി. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കും. ഡ്രൈ സ്പൈസസ് പൊടിച്ചെടുത്തതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പോർക്കിലേക്ക് ജിഞ്ചർ ഗാർലിക് ടൊമാറ്റോ പേസ്റ്റ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. വിനീഗർ, അതായത് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള വിനീഗർ. നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള 1-2 എടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇടാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച 1 കിലോ പോർക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം സിമ്മോടി കിടന്ന് വേവേണ്ടതാണ്. അപ്പോൾ അതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 40 to 50 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരു 50 മിനിറ്റ്സ് ആയി. ഇനി നമുക്ക് നോക്കാം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കുക. അത് നമ്മുടെ വിൻഡാലു റെഡിയായി വരും.
നമ്മുടെ വെന്താലും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സർവിങ് ബൗളിലേക്ക് പകർത്താം. ഇനി നമുക്കിത് സർവിങ് ബൗളിലേക്ക് പകർത്താം. റെഡിയായി. Enjoy the recipe. If you like, don't forget to like and subscribe. Thank you.